ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യൽ പാലക് പറാട്ടയാണ്. കുറച്ച് പാലക്ക് ഫ്രഷായിട്ട് വാങ്ങിച്ചായിരുന്നു. എൻ്റെ ഒരു അശ്രദ്ധ കാരണം ഫ്രിഡ്ജിൽ 2 ദിവസം അങ്ങനെ ഇരിപ്പായി. അപ്പോൾ കടലാസിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ചീത്തയായില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഫ്രഷായിട്ടുള്ളതൊക്കെ എടുത്ത് ക്ലീനാക്കി വെള്ളത്തിൽ കഴുകി കുറച്ച് നേരം ഇങ്ങനെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ച് നമുക്ക് ഈ പാലക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിള വന്നാൽ മതി, ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പാലക്കിൽ വെള്ളത്തിൽ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ വെള്ളം അരിച്ച് മാറ്റി, ഇപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു ജാറ് എടുത്തിട്ട്, അപ്പോൾ ഇത് ഏകദേശം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2-3 വെളുത്തുള്ളിയുടെ കഷ്ണം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറയിൽ അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചൂടാറി കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറയിൽ അടിച്ചിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മളുടെ ആട്ട ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് എത്ര ആട്ട ആണ് ആവശ്യം അത് അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇത് കുറച്ച് അരിമോദകമാണ്. ഇങ്ങനെ കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനില്ല എങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓപ്ഷണലാണ്. നമ്മൾ ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടുന്നു എന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറ് തന്നെ അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ലാസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ കയ്യിലുള്ള മാവും പാത്രത്തിലുള്ള മാവും ഒക്കെ ഇതിലേക്ക് ചേർന്ന് നമ്മൾക്ക് പാത്രമൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് കറിയുടെ ആവശ്യമില്ല, ചൂടോട് തിന്നുകയാണെങ്കിൽ അത് തന്നെയാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കണ്ടപ്പോഴാണ് കേട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുറച്ച് ഞാൻ കടലാസിലാക്കി പൊതിഞ്ഞ് വെച്ചിരുന്നു. അതിൻ്റെ അവസ്ഥയാണിത്. ശരിക്കും അടച്ച് വെക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണങ്ങിപ്പോയത്. ഞാൻ കുറച്ചധികം കൊണ്ടുവന്നതുകൊണ്ട് കുറച്ചൊരു ഡബ്ബയിലാക്കി ഇതുപോലെ അടച്ച് കടലാസിട്ട് വെച്ചു. കണ്ടോ, അത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് നല്ല ഫ്രഷായിട്ടിരിക്കും. ഇത് കുറച്ച് കരിഞ്ഞു പോയി. ഡബ്ബയിൽ നല്ലതുപോലെ അടച്ചു വെച്ചത് നല്ല ഫ്രഷായിട്ടിരിക്കുന്നു. രണ്ടും ഒരു ദിവസം വെച്ചതാണേ. അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് നമ്മൾ കറിവേപ്പില വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം, പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ ഒരു സിബ്ലോക്ക് ബാഗിൽ മല്ലിയിലയും അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. എടുത്തു കഴിഞ്ഞ് പിന്നെ വെക്കുമ്പോൾ ഉള്ള കോലമാണ് ഈ കാണുന്നത്. വെക്കുമ്പോൾ ഫസ്റ്റ് നല്ലതുപോലെ വെക്കുമെങ്കിലും പിന്നീട് ഇങ്ങനെയാണ് അവസ്ഥ. എന്നാലും നല്ലതുപോലെ ഇരിപ്പുണ്ട്. ഇതും ഒരാഴ്ചയായി ഇരിക്കുന്നത്. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കുറച്ചൊക്കെ അങ്ങനെ വാടിയിട്ടെന്നുള്ളൂ. അത് എൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള ഞാൻ പേസ്റ്റാക്കാൻ പോവുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മസാലയാണ്. ഏലക്കായ, കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം, ബാക്കി എല്ലാം കൂടി ഞാനൊന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്ത് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവും. അടിച്ച് ചേർക്കുമ്പോൾ മുട്ടയ്ക്ക് കുറച്ച് ഗ്രേവിയും കൂടി കിട്ടും. അതിനാണ് ഞാൻ അടിച്ച് ചേർക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാം ഫ്രഷ് മസാല ആയതുകൊണ്ട് തന്നെ പൊടിച്ച് വയ്ക്കാറില്ല. എല്ലാം സവാളയുടെ കൂടെ തന്നെ ഫ്രഷായിട്ട് അങ്ങനെ അടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്കിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി നമ്മൾക്ക് അടിച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, പട്ടയില്ല കേട്ടോ, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത മസാലയാണ്. അതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയാണ്, അതും കൂടി നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒത്തിരി മസാല ചേർക്കേണ്ട ആവശ്യമില്ല,
കാരണം മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മസാല ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു തക്കാളിയാണ്, അതും കൂടി ഒന്ന് നമുക്ക് അടിച്ച് ചേർക്കാം. തക്കാളി അധികം പഴുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളറില്ലാത്തത്, അല്ലെങ്കിൽ നല്ല റെഡിഷ് കളറായിരിക്കും. അപ്പോൾ തക്കാളി ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്ക് മസാലയൊക്കെ അതിൻ്റെ ടേസ്റ്റെല്ലാം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ട റോസ്റ്റിൽ ചേർക്കുമ്പോൾ. അപ്പോൾ കുറച്ച് മല്ലിയില ഞാനിപ്പോൾ ചേർക്കുന്നത്, ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഫ്രഷായിട്ട് ചേർക്കാം. അപ്പോൾ മസാല നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇതുപോലെ പകുതി മുറിച്ച് ഇതിലേക്ക് 2 ഭാഗമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മസാലയൊക്കെ അതിലേക്ക് പിടിക്കും. അതിൻ്റെ ഉപ്പും എരിവും മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ട് നമ്മൾക്ക് റെഡിയാക്കാം. അപ്പോൾ മുട്ട റോസ്റ്റ് എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് മേളിൽ തൂവി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലക് പറാട്ട ഉണ്ടാക്കാം. ഒരു 20 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ട്. ഇനി നമ്മൾക്ക് അതെടുത്ത് ഉരുളകളായിട്ട് ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ മുക്കി ഇതുപോലെ റൗണ്ടാക്കി കുഴച്ചെടുക്കാം. ഇത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ റൗണ്ടായിട്ടിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച്, കുറച്ച് എണ്ണ കൂടി പോയിട്ടോ, ഇത്ര എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ അത് വീണ് പോയി, അതുകൊണ്ട് പിന്നെ എടുക്കുന്നില്ല. പുറത്ത് ആ എണ്ണ തന്നെയാണ് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ മടക്കി ഫോൾഡ് ചെയ്ത് നമ്മൾക്ക് പരത്തി ചുട്ടെടുക്കാം. സ്ക്വയർ പോലെ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പോലെ. ഇതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. റൗണ്ടിലാണെങ്കിൽ റൗണ്ടിൽ പരത്തിയെടുക്കാം. പിന്നെ നമ്മളുടെ ത്രികോണ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ച് ഫ്ലെയർ ആയിട്ടിങ്ങനെ കിട്ടും, സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ പരുത്തിയൊക്കെ വന്നപ്പോൾ നല്ല ഗ്രീനിഷ് കളറായിട്ടോ. അപ്പോൾ ഇനി അടുത്ത ടൈപ്പിൽ നമ്മൾ ത്രികോണ ടൈപ്പിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിൽ നോർമലായിട്ടുള്ള ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ നെയ്യിട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഈ പാലക് പൊറോട്ട ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് തന്നെ മതി, ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെയൊക്കെ കൊടുത്തു വിടാൻ വേണ്ടി പറ്റിയ, അല്ലെങ്കിൽ കഴിപ്പിച്ച് വിടാൻ വേണ്ടി പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എളുപ്പമാണ്, കറിയുടെ ആവശ്യമില്ല. ഇതിങ്ങനെ ഉണ്ടാക്കി ചൂടോടെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല ടേസ്റ്റോടുകൂടി തന്നെ കഴിച്ചോളും. അപ്പോൾ ഇങ്ങനെ പല ഷേപ്പിൽ നമ്മൾക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഓയിലോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ മടക്കി പരത്തി ചുടുകയാണെങ്കിൽ ഫ്ലേവേഴ്സൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ചപ്പാത്തി ചുടുന്ന പോലെ റൗണ്ട് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചുട്ടെടുക്കാം. മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചുട്ടെടുത്താൽ മതി, അതും ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർന്ന് നല്ല എരിവും ടേസ്റ്റും ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.